Hello guys, it's me Akib. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ്. അതായത് നമ്മുടെ യൂട്യൂബില് നമുക്കൊരു ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ചാനലിന്റെ ഐക്കൺ എങ്ങനെ മാറ്റാം, ചാനലിന്റെ ചാനൽ ആർട്ട് എങ്ങനെ മാറ്റാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഓരോ പാർട്ടിലും ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങാനും സ്കിപ്പ് അടിച്ച് കഴിഞ്ഞാൽ ആ പാർട്ട് മിസ്സാവും. അതാണ് ഞാൻ പറഞ്ഞ സ്കിപ്പ് അടിക്കാണ്ട് കാണാന്ന്. അപ്പൊ നമുക്ക് വലിയ ഡിലേയിലാണ് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ബാ. അപ്പോൾ നമുക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ ചാനൽ തുടങ്ങാനായിട്ട് നമ്മുടെ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ക്രോം ഓപ്പൺ ചെയ്യാം. ഞാൻ ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്രോം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് യൂട്യൂബിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യാം. യൂട്യൂബിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഒരു അക്കൗണ്ട് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ അഥവാ വിൻഡോസിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് വേർഷൻ, അതായത് ഇതെങ്ങനെ ആൻഡ്രോയിഡിൽ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഞാൻ അടുത്ത 2 ദിവസം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ട ഉടനെ തന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ അല്ല നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ചാനലിൻ്റെ പേരൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഗൈസ്, ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ടേ ഉള്ളൂ. ഗൈസ്, അപ്പോൾ ഞാൻ സൈൻ ഇൻ ഒരു പ്രാവശ്യം കൂടി കൊടുത്ത് റിഫ്രഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ പുതിയ അക്കൗണ്ട് സൈൻ ഇൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ റെക്കമെൻഡേഷൻസ് ഒക്കെ വന്നിരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ സൈൻ ഇൻ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഇത് എഡിറ്റ് ചെയ്യാനായിട്ട്, അഥവാ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഐറ്റംസ് മാറ്റാനായിട്ട് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിലാണ്. അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോണതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിൽ വെറുതെ ലോഗിൻ ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ ചാനലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ക്രിയേറ്റ് ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഈ ക്രിയേറ്റ് ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും യൂസ് യുവർ നെയിം ക്രിയേറ്റ് ചാനൽ യൂസിങ് ദ നെയിം ആൻഡ് പിക്ചർ ഓൺ യുവർ ഗൂഗിൾ അക്കൗണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സ് കാണാൻ കഴിയും. നെയിമൊക്കെ കസ്റ്റമായിട്ട് സെലക്ട് ചെയ്യാൻ, നമ്മുടെ ഐക്കണൊക്കെ കസ്റ്റമായിട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വേണം. ഞാനിപ്പോൾ പിടിച്ച് ചെക്ക് ചെയ്യാതെ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ജസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. മല്ലു സെറ്റോക്കർ. ഓക്കെ, നമ്മുടെ മല്ലു സെറ്റോക്കർ എന്നുള്ള നമ്മുടെ പേര് ടൈപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ടിക്ക് ബോക്സ് ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. നമുക്ക് ക്രിയേറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ലോഗോ, അതായത് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു കസ്റ്റം നെയിമൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ആ ഒരു വിൻഡോയാണിത്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും നമ്മുടെ പേരൊക്കെ മാറ്റാനുള്ള ഓപ്ഷനുമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ സെലക്ട് ചെയ്യാം. അതേ നമ്മുടെ ഇപ്പോഴത്തെ ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചർ ഇതുവരെ കളഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് അത് തന്നെ സെലക്ട് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ നമ്മളത് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല എന്ന് തോന്നുന്നു. നമുക്കൊന്നുകൂടി സെലക്ട് ചെയ്ത് നോക്കാം ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ടോ. ഓക്കെ, ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ചാനലിലെ ഐക്കൺ സെറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നല്ലെങ്കിൽ നമ്മുടെ ചാനലിന്റെ പേര് വെച്ചിട്ട് നമുക്കൊരു ഡിപ്പെൻഡ് ലോഗോ, അതായത് പേരിന്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലെറ്റേഴ്സ്, ഫസ്റ്റ് മിഡിൽ ലെറ്റേഴ്സ് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു ലോഗോ സെറ്റ് ചെയ്യാം. അതായത് നമ്മൾ പിക്സൽ ലാബ് അങ്ങനെയുള്ള ഐറ്റംസിൽ ലോഗോ ക്രിയേറ്റ് ചെയ്യണം. പല വീഡിയോസ് യൂട്യൂബിലുണ്ട്, ഞാനും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അതേമാതിരി നമുക്കൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ പിക്ക് ഇടാം. അതായത് നമ്മുടെ എന്തെങ്കിലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത നല്ല തിരക്കേടില്ലാത്തൊരു പിക്കപ്പ് എന്നെ പോലെ പ്രസന്റ് ചെയ്യുന്നതാണെന്ന്, വല്ല ഗെയിമിംഗ് വീഡിയോസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പിക്ക് ഇടാം. അല്ലെങ്കിൽ ഗെയിമിംഗ് ചാനലാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഗെയിമിംഗ് ഇൻട്രോ, അതായത് നമ്മുടെ പേര്, നമ്മുടെ ഈ ബ്ലൈൻഡ് സൈക്കോ കിട്ടിയേക്കുന്ന പോലെ, ബ്ലൈൻഡ് സൈക്കോയും നമ്മുടെ കാസ്ട്രോ കിട്ടിയേക്കുന്ന പോലെ അവരുടെ ആ ഒരു യൂസ് ചെയ്യുന്ന സാധാരണ ഒരു കോമൺ ആയിട്ടുള്ള ഔട്ട്ഫിറ്റും അവരുടെ ആ ഒരു വെപ്പൺ സ്കിന്നൊക്കെ വെച്ചിട്ട് നമ്മുടെ ഒരു വെക്ടർ ആർട്ട് പോലെ വെക്ടർ ആർട്ട് ക്രിയേറ്റ് ചെയ്ത് അത് നമുക്ക് ഐക്കണായിട്ട് ചെയ്യാം. അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ ഐക്കണ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിലേക്ക് തന്നെ പോകാം. ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക്, നമ്മുടെ ചാനൽ വേറെ നമുക്ക് വല്ല വെബ്സൈറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാൻ, നമ്മുടെ സോഷ്യൽ മീഡിയ ലിങ്ക്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൊടുക്കാനുള്ള ആ ഒരു ഓപ്ഷനാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് അതൊന്നും വേണ്ട, അതിനെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇതിപ്പോൾ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ ഇതാണ്, ഈ സാധനമാണ് നമ്മുടെ ചാനൽ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്,
അപ്പോൾ നമ്മുടെ ചാനൽ ഡാഷ്ബോർഡാണത്. ചാനൽ ഡാഷ്ബോർഡിൽ നിന്ന് കസ്റ്റമൈസ് ചാനൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ, ആ ഒരു ഫീച്ചർ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു സ്ഥലത്ത് നിന്ന് മാത്രമല്ല നമുക്ക് ചാനലിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് കയറാൻ കഴിയുന്നത്. യൂട്യൂബ് സ്റ്റുഡിയോ നമ്മുടെ ഫോണിലാണെന്നുണ്ടെങ്കിൽ ഒരു ആപ്പും ഉണ്ട്, അഥവാ നമുക്ക് നമ്മുടെ ബ്രൗസർ വഴി നമുക്ക് കയറാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇതിനകത്ത് നമ്മുടെ ഡാഷ്ബോർഡിലെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ എത്തി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ ട്രെയിലറൊക്കെ ആഡ് ചെയ്യാൻ കഴിയുന്നതാണ് പക്ഷേ ഇപ്പം നമുക്ക് ചാനലിൽ ട്രെയിലറൊന്നും ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് യൂസേഴ്സിനാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, PC യൂസേഴ്സിനല്ല. അപ്പോൾ PC യൂസേഴ്സിന് മാത്രമാണ് മെയിനായിട്ട് നമ്മുടെ ചാനൽ ട്രെയിലറൊക്കെ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ ചാനൽ ട്രെയിലർ ആഡ് ചെയ്യാൻ ഞാൻ ഇതിന് റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്നാലും നിങ്ങൾ PC യൂസേഴ്സിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അഥവാ അവരെയും കൂടി ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ട്രെയിലർ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ അപ്ലോഡ്സിൻ്റെ സെക്ഷനാണ്. അപ്ലോഡ്സിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചാനൽസിൻ്റെ ഒരുമാതിരിയുള്ള ചാനൽസ് ഞാൻ കാണുന്ന എല്ലാ ചാനൽസിലും അപ്ലോഡ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഈ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസിൻ്റെ ലിസ്റ്റും ഇതിൽ കാണാൻ കഴിയും. ആ ഒരു ലിസ്റ്റ് മാത്രമേ അതിനകത്ത് കാണാൻ കഴിയുള്ളൂ. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള വേറെ ലിസ്റ്റ് ആഡ് ചെയ്ത് ഇടാൻ കഴിയും. അതായത് ഹോം പേജിൽ പോപ്പുലർ അപ്ലോഡ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു സെക്ഷൻ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. പ്ലേലിസ്റ്റ് ആഡ് ചെയ്യാം. ബാക്കിയുള്ള നമ്മുടെ ലൈവ് സ്ട്രീംസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ആഡ് ചെയ്യാൻ കഴിയാനുള്ള ഒരു ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു വീഡിയോ സെക്ഷനിലാണ് നമ്മൾ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ വരുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ലോഡ് ചെയ്താലൊന്നും റീലോഡ് ആയിട്ടൊന്നും കാര്യമില്ല, നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വീഡിയോ ഉണ്ടെങ്കിലാണ് നമ്മുടെ സെക്ഷൻസ് അഥവാ പ്ലേലിസ്റ്റ് സെക്ഷൻസ് ഒന്നും സെറ്റ് ആവുള്ളൂ. അപ്പോൾ പോപ്പുലർ അപ്ലോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതുവരെയുള്ള അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയേക്കണനുസരിച്ച് റാങ്ക് ചെയ്യുന്നത് ഒരു ലിസ്റ്റായിട്ട് കാണിക്കുന്നതാണ് പോപ്പുലർ അപ്ലോഡ്സ്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാനർ ഇമേജ്, നമ്മുടെ ഐക്കൺ, നമ്മുടെ വാട്ടർമാർക്ക്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ്. ഈ വാട്ടർമാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ റൈറ്റ് സൈഡിൽ ബോട്ടം കോർണർ, ആ ബോട്ടം കോർണറിൽ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇമേജാണ് നമ്മുടെ വാട്ടർമാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഇമേജ് വേണമെങ്കിലും ഇത് ചെയ്യാം. അപ്പോൾ ആ ഒരു സൈസിലേക്ക് നമ്മുടെ ഇമേജ് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആ ഐക്കൺ തന്നെ ഞാൻ വാട്ടർമാർക്ക് ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ എൻഡ് ഓഫ് വീഡിയോ അല്ലെങ്കിൽ കസ്റ്റം സ്റ്റാർട്ട് ടൈമൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ വീഡിയോ ഫുള്ള് നമ്മുടെ ആ ചാനലിൻ്റെ ഐക്കൺ അവിടെ കിടക്കാനുള്ള ആ ഒരു ഓപ്ഷനാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ PC-യിലുള്ളവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് വരും, അല്ലാണ്ട് നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യുന്നവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വരില്ല. ഓക്കെ ഗൈസ്, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാനർ ഇമേജ് ആണ്. ബാനർ ഇമേജ് ഇത് ചാനൽ ആർട്ടാണ്. ഓക്കെ, അപ്പോൾ ഓരോ ഡിവൈസിൽ കാണിക്കുന്ന ആ കോലം അതിൽ കാണിച്ചിട്ടുണ്ട്. അവർ ആ സൈഡിൽ കാണുന്ന ചുമന്ന ഭാഗം വരുന്ന ആ ഭാഗത്തിലാണ് ബാക്കിയുള്ള ഡിവൈസസിൽ വരുന്നത്. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന ഇമേജസിനൊന്നും സൈസ് ശരിയല്ല എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അവർ കസ്റ്റം സൈസ് പറഞ്ഞിട്ടുണ്ട്. 2048x1152 പിക്സൽസ് ആണ് അവർ റെക്കമെൻഡ് ചെയ്യുന്ന സൈസ്. അഥവാ അവർ പറയുന്ന സൈസ് നമ്മുടെ ഇമേജസ് ഒന്നും ആ സൈസിലല്ല. അപ്പോൾ ഞാൻ ചാനൽ ആർക്ക് അഥവാ ചാനൽ ബാനർ ഞാൻ ആൻഡ്രോയിഡ് വെച്ചാണ് അപ്ലോഡ് ചെയ്തതെന്ന് തോന്നുന്നു. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിനകത്ത് കാണേണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ ഉപയോഗിച്ചത് ആൻഡ്രോയിഡ് വെച്ച് തന്നെയാണ്. അപ്പോൾ ആൻഡ്രോയിഡ് വെച്ച് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കി, എങ്ങനെ ശരിയാവുകയാണെങ്കിലും ഒന്നും പറഞ്ഞു ചെയ്ത് നോക്കി, എന്നാലും ശരിയാവുന്നില്ല. അപ്പോൾ നമുക്ക് വീണ്ടും അതിൻ്റെ ആ ഒരു ഡിസ്പ്ലേയുടെ ആ റെസല്യൂഷൻ ഞാനൊന്ന് വീണ്ടും കൂടി കാണിച്ചു തന്നതാണ്. ക്രിയേറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മെയിനായിട്ട് നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനൽ ആർട്ടായിരിക്കണം. അതായത് നമ്മുടെ കണ്ടന്റ് മെയിനായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടൈപ്പായിട്ടുള്ള ഒരു ചാനൽ ആർട്ടായിരിക്കണം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന ആ ഒരു പരിധിയിൽ നമ്മൾ ആ സാധനം ചെയ്ത് വെക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയിൽ ചെയ്യാവുന്നതാണ്. നമുക്ക് ആ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തു വെക്കാൻ ശ്രമിക്കുക. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ തംബ്നെയിൽ കൂടെ നമ്മുടെ ബാനറിൽ, അതായത് ചാനൽ ആർട്ടിൽ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ വീഡിയോ അപ്ലോഡ്സിന്റെ ആ ടൈം റെഗുലാരിറ്റി ഇത് ചെയ്യുക. അപ്പോൾ വൺസ് ഇൻ എ വീക്ക് ആണെങ്കിൽ വൺസ് ഇൻ എ വീക്ക്, ട്വൈസ് ഇൻ എ വീക്ക് ആണെങ്കിൽ ട്വൈസ് ഇൻ എ വീക്ക്. ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം ഇടവിട്ടാണ്. അപ്പോൾ ഡേ ബൈ ഡേ വീക്ക് അങ്ങനെ എങ്ങനെയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സ്പീഡ്, അതായത് അതിൻ്റെ ഫ്രീക്വൻസി, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടേക്കാം, നല്ലതായിരിക്കും. പിന്നെ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
നമ്മുടെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്താണ് അത് ജസ്റ്റ് ഇത് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ നമ്മുടെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള വേറെ ബാക്കിയുള്ള ഐറ്റംസ് കൊണ്ടുവരാം. പിന്നെ വേണമെങ്കിൽ നമ്മുടെ ഇമേജസ് ആഡ് ചെയ്യാം. കൂടുതൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി കാണിക്കാനുള്ള സ്ഥലമാണ് നമ്മുടെ ചാനൽ ആർട്ട് അഥവാ ചാനൽ ബാനർ എന്ന് പറയുന്നത്. അത് നല്ല ഭംഗിയായിട്ട് വെക്കാം. അതായത് അപ്പോൾ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയിൽ നല്ല രസം ഉണ്ടാവും ചാനലിന്റെ ലേഔട്ട് കാണാനായിട്ട്. അപ്പൊ അതും വേറൊരു ടിപ്പാണ്. ഇതിപ്പോൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ ബേസിക് ഇൻഫോ ആണ്. ഓക്കെ, അപ്പോൾ ബേസിക് ഇൻഫോ എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനലിലെ ഡിസ്ക്രിപ്ഷൻ, ഈ ഡിസ്ക്രിപ്ഷനാണ് നമ്മുടെ എബൌട്ട് സെക്ഷനിൽ വരുന്ന സാധനം. ഓക്കെ, നമ്മുടെ എബൌട്ട് സെക്ഷനിൽ വരുന്ന സംഭവമാണ് ഈ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു വരുന്ന ഡിസ്ക്രിപ്ഷനാണ്. നമ്മുടെ എബൌട്ട് സെക്ഷനിൽ കുറച്ചൊരു പാരഗ്രാഫായിട്ട് വരുന്ന ഒരു ഇതാണ്. നമുക്ക് ലാംഗ്വേജൊക്കെ ആഡ് ചെയ്യാം, നമ്മുടെ വല്ല ലിങ്ക് ഒക്കെ ഷെയർ ചെയ്യാം, അതായത് നമ്മുടെ വ്യൂവേഴ്സിന് ഷെയർ ചെയ്യാൻ പറ്റിയ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്യാം. നമ്മുടെ മെയിൽ ഐ ഡി, കോൺടാക്ട് മെയിൽ ഐ ഡി, അതായത് നമുക്ക് മെയിനായിട്ട് സ്പോൺസർഷിപ്പ് ഒക്കെ വരുന്ന ഒരു മെയിൽ ഐ ഡി ആണ് ഈ കോൺടാക്ട് മെയിൽ ഐ ഡി. അപ്പോൾ ഇത് നോക്കിയാണ് നമുക്ക് കോൺടാക്റ്റും സ്പോൺസർഷിപ്പും ബാക്കിയുള്ള കമ്പനീസൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത് ആ മെയിൽ ഐ ഡി വെച്ചാണ്. അതിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ ആഡ് ചെയ്യാവുന്നതാണ്. ആ മെയിൽ ഐ ഡിയിൽ ഫോൺ നമ്പർ @gmail.com എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബേസ് ഇതൊക്കെയാണ് നമ്മുടെ ചാനലിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ബേസിക് ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സീരീസ്, അതായത് യൂട്യൂബ് ചാനൽ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം, ഒരു അടുപ്പനാക്കി നല്ല ഒരു രസത്തിൽ നല്ല മെനയായിട്ട് എങ്ങനെ കൊണ്ടുവരാമെന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരാനാണ് ഉദ്ദേശിച്ചത്. ഞാൻ ഒരു വീഡിയോ സീരീസാണ് ശരിക്കും ഇത്, ഇപ്പോൾ ട്യൂട്ടോറിയൽ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഇതാണ്. അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക്കിൽ നിന്ന് തുടങ്ങണമല്ലോ. അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് തൊട്ട് ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് തൊട്ട് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വെയിറ്റ് ചെയ്തിരിക്കുക. ഇനിയും നല്ല നല്ല വീഡിയോസ്, നമ്മുടെ വീഡിയോസ് ഇങ്ങനെ റാങ്കിങ് ലിസ്റ്റിൽ കൊണ്ടുവരാമെന്നുള്ള നല്ല നല്ല കണ്ടൻറ്റുകളിലുള്ള യൂട്യൂബ് വീഡിയോസ് ഇങ്ങനെ വൈറലാക്കാമെന്നുള്ള കണ്ടൻറ്റൊക്കെ ആയിട്ട് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അതുവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം നടന്നു തുടങ്ങിയിട്ടാണല്ലോ പിന്നെ ഓടി തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ആദ്യം ഇങ്ങനെ സെറ്റ് ചെയ്തത്. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തമ്മിൽ വെച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അതല്ലാണ്ട് വെറുതെ ജസ്റ്റ് റാൻഡം ആയിട്ട് നമ്മുടെ വീഡിയോയുടെ ഇടയിൽ നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ബോറായിരിക്കും. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് പറയുമ്പോൾ നമ്മൾ തമ്മിൽ സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് റാൻഡം വരുന്ന തമ്മിൽ അല്ലാണ്ട് നമ്മൾ വേറെ കസ്റ്റം തമ്മിൽ ആഡ് ചെയ്യാൻ നമ്മുടെ യൂട്യൂബിൽ ഫീച്ചർ തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫീച്ചർ നമ്മൾ പരമാവധി നമ്മളെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു ചെറുതായിട്ടുള്ള ബേസിക് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നത്. അപ്പോൾ ഇനി നമ്മുടെ യൂട്യൂബ് ചാനൽ ബേസ് ചെയ്ത യൂട്യൂബ് ചാനൽ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ, യൂട്യൂബ് ചാനൽ വീഡിയോസ് എങ്ങനെ ട്രെൻഡിങ്ങിൽ കയറ്റാം, അഥവാ നമ്മുടെ ലിസ്റ്റിൽ കയറ്റാം, അതായത് റാങ്കിങ് ലിസ്റ്റിൽ കയറ്റാം, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഞാൻ ഇനി അടുത്ത വീഡിയോസിലൊക്കെ അടുത്ത 2-4 വീഡിയോ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്.